ഉന്നവ് ബലാത്സംഗ കേസിലെ പ്രതിയായ ബി.ജെ.പി. മുൻ എം.എൽ.എ. കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI നൽകിയ അപ്പീലും ജാമ്യം നൽകിയതിനെതിരായ പൊതുതാൽപര്യ ഹർജിയുമാണ് കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. പ്രശാന്ത്, സുപ്രീം കോടതി എങ്ങനെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ്. ഏറെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മായ, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ സെൻഗാറിന് ജാമ്യം ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഈ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് CBI വീണ്ടും അപേക്ഷ നൽകിയത്. പൊതുതാൽപര്യ ഹർജിയും സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ അവധിക്കാല ബെഞ്ചുള്ള സമയമാണ് എങ്കിൽ പോലും ഇന്ന് ബെഞ്ച് കൂടേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ്, അസംബ്ലി ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട രണ്ട് കേസുകൾ, ഒന്ന് ആരവല്ലിയാണ്, അതോടൊപ്പം തന്നെ ഈ കേസും കൂടി വന്നതോടുകൂടി തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് ബെഞ്ചിരുന്ന ഈ കാര്യങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ എന്ത് നിലപാട് കോടതി എടുക്കുമെന്നുള്ളതാണ്. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിലപാടുകൾ ഉണ്ടാകുക. ഇതിനു മുൻപും സമാനമായ രീതിയിൽ തന്നെ പെൺകുട്ടിക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ CBI ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പെൺകുട്ടിയുടെ ആരോപണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. CBI ചുമത്തിയ വകുപ്പുകളിൽ പൊതുസേവകൻ എന്ന ഒരു വകുപ്പ് കൂടി ചുമത്തിയിരുന്നു. അതായത് പൊതുസേവകനായതുകൊണ്ട് തന്നെ ഈ ശിക്ഷയ്ക്ക് ഇയാൾ അർഹനാണ്, ഈ ശിക്ഷ വിധിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ആ പൊതുസേവകന്റെ പരിധി, അതായത് ഒരു MLA പൊതുസേവകന്റെ പരിധിയിൽ, പബ്ലിക് സർവന്റ് എന്ന പരിധിയിൽ വരില്ല, ആ നിയമം വരില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, അത് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ചുമത്തപ്പെടേണ്ട വകുപ്പുകളാണ്. അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തകൻ പൊതുസേവകനാകില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അക്കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടികൾ മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നത്. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട്. മായ, പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധം നമുക്കറിയാം. ഈ സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ. അതിനിടെ അവിടെ എത്തിയ ഈ അതിജീവിത കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലാണ് എന്ന തരത്തിലുമൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. അവരുടെ അവസ്ഥ അതെന്താണ് ഇപ്പോൾ? മായ, ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ മാതാവും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സാമൂഹ്യ പ്രവർത്തകരും അതിന് ഒപ്പം നിൽക്കുകയും ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചേർന്നു. ഈ സമയത്ത് തന്നെ പെൺകുട്ടി അവിടുന്ന് പോലീസ് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ CRPFന്റെ സുരക്ഷയിലാണ് പെൺകുട്ടിയുള്ളത്. ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. അത് നേരത്തെ കോടതി ഉറപ്പ് നൽകിയ സുരക്ഷയാണ്. ഇവർക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. കാരണം ഇതിന്റെ ഒരു ഈ നാൾ വഴി മുഴുവൻ പരിശോധിച്ചാൽ ഈ പെൺകുട്ടിയും കുടുംബവും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, ഭീഷണി നേരിട്ടുണ്ട്. അച്ഛൻ കസ്റ്റഡിയിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ, അതിജീവിതരുടെ ബന്ധുക്കൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടിയുടെ വാഹനം തന്നെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2017 ഈ സംഭവം ഉണ്ടാകുന്നു, ജൂൺ 4-ാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. 2019-ാണ് കുൽദീപ് സെൻഗാറിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം പ്രധാനമായും ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടും ബന്ധുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ഇയാൾക്ക് ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ രാഷ്ട്രീയ വിവാദമാകുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും ശക്തമായി തന്നെ പ്രതിഷേധവും രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലാണ് പെൺകുട്ടി തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിഗുരുതരമായ ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പെൺകുട്ടി അടക്കം പറയുന്നത്, ഈ കുൽദീപ് ഈ ഘട്ടത്തിൽ പുറത്തു നിൽക്കുന്നത് തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കും, അത് തന്നെ നടപടി ഉണ്ടാകണം, മാത്രമല്ല നീതി കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതിയും അന്വേഷണ സംഘവും തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ടാണ് പല വകുപ്പുകളും ഇട്ടിട്ടുള്ളത്. അന്വേഷണ സംഘത്തിന്റെ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോഴും കുൽദീപ് സെൻഗാറിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന ആരോപണമടക്കം അതിജീവിത ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതി ബി.ജെ.പി. മുൻ MLA കൂടിയായ കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് എങ്ങനെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം.